ആ സാർ റസാഖാണ് ശരിയാണ്. ജോലി തിരക്കിൻ്റെ ഇടയിൽ തന്നെ കറണ്ട് പോയി. അപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ കരുതി. ഞാനേ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കുണ്ടായ ഒരു അപൂർവ അനുഭവം. ആ അനുഭവമാണ് കാര്യമായ സംഭവം. അതാണ് ഞാൻ പറയാൻ പ്രത്യേകമായിട്ട് വന്നത്. രാത്രി 9 മണിക്ക് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ സ്കൂട്ടർ ഓടിച്ച് വരുമ്പോൾ പെട്ടെന്ന് ഒരു ബൈക്ക് ഞങ്ങളുടെ മുന്നിലൂടെ കൈ കാണിച്ചുകൊണ്ട് വന്നു നിർത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പരിചയമുള്ള ആരെങ്കിലും ആണെന്ന് എഴുതിയിട്ട് പെട്ടെന്ന് വണ്ടി സൈഡാക്കി. അപ്പോൾ ഞങ്ങൾ അയാളെ ശ്രദ്ധിച്ചു. നമുക്ക് പരിചയമുള്ള ആളല്ല, എനിക്ക് പരിചയമില്ല, എൻ്റെ കൂടെയുള്ള സുഹൃത്തിനും പരിചയമില്ല. പക്ഷെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ അയാളോട് ചോദിച്ചു എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടാണ് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം ഒരു വേറെ ശൈലി ആയതുകൊണ്ട് നമുക്കത്ര രസിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ നിങ്ങൾ പ്രശ്നം എന്താ ചോദിച്ചു. അപ്പോൾ അയാളൊന്ന് മയപ്പെട്ട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്കാണ് പറഞ്ഞു. എന്നൊന്ന് വീട്ടിൽ കൊണ്ടാക്കി തരുന്നു. അതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു. ഞാൻ ആകെ അന്താടിച്ചു പോയി എന്താ സംഭവം. അപ്പോൾ അയാൾ പറഞ്ഞത് വെച്ചാൽ ഞാൻ കുറച്ച് ഓവറാണ്, ഞാൻ നല്ല ഫിറ്റാണ്, എന്നൊന്ന് വീട്ടിലെത്തിച്ചോ, അവിടെ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നു. അതൊരു മദ്യപാനിയാണല്ലോ എന്നുള്ള ഒരു എന്താ പറയുക നമ്മളെ ഒരു തോന്നലുണ്ടല്ലോ, മദ്യപാനികളോട് നമുക്ക് തോന്നുന്ന ഒരു കാഴ്ചപ്പാട്. അത് വിട്ടിട്ട് സത്യം പറഞ്ഞാൽ അയാളോടൊരു ബഹുമാനം തോന്നി. കാരണം ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, അത് കുറച്ച് ഓവറാണ്, എനിക്ക് വാഹനം ഓടിക്കാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയാണ് എന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തോട് ഞങ്ങൾ ഭയങ്കര ബഹുമാനം. ഞങ്ങൾ വണ്ടി അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹം ബൈക്കിൽ കയറി യാത്ര പറഞ്ഞു. ഞങ്ങൾ അവിടെ തന്നെ നിന്ന് നിരീക്ഷിച്ചു. അദ്ദേഹം സേഫായിട്ട് ഞങ്ങളെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കി നിന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അപകടം സംഭവിക്കുമെന്നും അത് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ അനാഥമാവുമെന്നൊക്കെ അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്. എന്നിട്ടും അയാൾ മദ്യപിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതാണ് വളരെ വ്യത്യസ്തമായ സംഭവം. വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടത് അയാളെ തൊഴിലിൻ്റെ പേര് കൊണ്ടാണ്. ഈ പണിക്കാർക്കൊക്കെ ആര് പെണ്ണ് തരാനാണ്? അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് പെണ്ണ് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ രക്ഷിതാക്കളും തയ്യാറില്ല, കല്യാണം കഴിക്കാൻ പെൺകുട്ടികളും തയ്യാറില്ല എന്നുള്ളതാണ് ഭയങ്കര സങ്കടം.